എന്ത് പേരിലായാലും ശരി ഒരു മനുഷ്യനെ വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിൽ വെക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. മനുഷ്യാവകാശം സംരക്ഷിക്കേണ്ടത് മാധ്യമങ്ങളുടെ ചുമതലയാണെന്ന് ദേശാഭിമാനി പത്രാധിപർ VV ദക്ഷിണാമൂർത്തി പറഞ്ഞു. ദേശാഭിമാനി കൊയിലാണ്ടി ബ്യൂറോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹുജനങ്ങളുടെ പ്രശ്നങ്ങൾ, അവശത അനുഭവിക്കുന്നവരുടെ കഷ്ടപ്പാടുകൾ എന്നിവ പ്രതിഫലിപ്പിക്കുന്ന നിലയിൽ ദേശാഭിമാനിയുടെ കൊയിലാണ്ടി ബ്യൂറോ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ പി വിഷൻ അധ്യക്ഷത വഹിച്ചു. KK മുഹമ്മദ് സ്വാഗതവും ദേശാഭിമാനി ഏരിയ റിപ്പോർട്ടർ A സജീവ് കുമാർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ നാട്യാചാര്യൻ ഗുരു ചേമഞ്ചേരിയെ CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ ആദരിച്ചു. അക്ഷരമുറ്റം ക്യൂസ് സംസ്ഥാന വിജയികളെ ദേശാഭിമാനി മാനേജർ AK പത്മനാഭൻ മാസ്റ്റർ അനുമോദിച്ചു. ദേശാഭിമാനി എന്റെ പത്രം വരിസംഖ്യ സ്വീകരിക്കൽ K ദാസൻ MLA, ചെയർപേഴ്സൺ K ശാന്ത ടീച്ചർ തുടങ്ങിയവർ നിർവഹിച്ചു. ഡോക്ടർ MR രാഘവ വാര്യർ, ചേമഞ്ചേരി നാരായണൻ നായർ, മേലൂർ വാസുദേവൻ, സത്യചന്ദ്രൻ പൊയിൽക്കാവ്, ചീഫ് ന്യൂസ് എഡിറ്റർ PP അബൂബക്കർ, ന്യൂസ് എഡിറ്റർ K പ്രേംനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. U ഉണ്ണികൃഷ്ണൻ, T ചന്തു മാസ്റ്റർ, വായനാരി വിനോദ്, C സത്യചന്ദ്രൻ, AV ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നത് എന്ന് കാണാതിരിക്കരുത്. അതുകൊണ്ട് മാധ്യമങ്ങളുടെ വലിയ ചുമതലയാണ് മനുഷ്യാവകാശം സംരക്ഷിക്കുക എന്നത്. മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഭരണഘടനയിൽ ആലേഖനം ചെയ്തത് അത് അല്പം പോലും നഷ്ടപ്പെടാതെ ഈ മൗലിക അവകാശങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള കാവൽക്കാർ മാധ്യമങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യാവകാശം സംരക്ഷിക്കാൻ, മനുഷ്യന്റെ ആവശ്യങ്ങൾ ബന്ധത്തിൽ കൊണ്ടുവരാൻ, അവരുടെ ആവശ്യതകൾ, വേവലാതികൾ, കട്ടപ്പാടുകൾ, പ്രശ്നങ്ങൾ, അങ്ങനെ ബഹുജനങ്ങളുടെ പ്രശ്നങ്ങൾ, അതാണ് EMS ഞങ്ങളെ പഠിപ്പിച്ചത്. നിങ്ങൾ ഒഴിപ്പിക്കപ്പെടുന്ന കാലമായിരുന്നു. ഒഴിപ്പിക്കപ്പെടുന്നവന്റെ വേദന നിങ്ങൾ പ്രതിഫലിപ്പിക്കണം. അങ്ങനെ ജനങ്ങളുടെ, തൊഴിലാളി വർഗത്തിന്റെ, പണിയെടുക്കുന്നവന്റെ, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ വികാരങ്ങളും വിചാരങ്ങളും ആവരാതികളും വേവരാതികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം പ്രതിഫലിപ്പിക്കാൻ മാധ്യമം കഴിയണം. ദേശാഭിമാനി അതിന്റെ മുൻപന്തിയിൽ ഉണ്ടാകണം എന്നാണ് EMS നമ്മെ പഠിപ്പിച്ചത്.